എനിക്ക് ഇപ്പൊ ഒരു മതത്തിന്റെ ഒരു നിയമാവലി മുഴുവൻ കാണാതെ പഠിച്ചനുസരിക്കണമെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എന്റേതായ ലോജിക്കുണ്ട്, കോമൺ സെൻസ് ഉണ്ട്. മതം നമ്മളെ പഠിപ്പിച്ചതൊക്കെ അതിനേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ നമ്മൾ നടപ്പാക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ആ നിയമങ്ങൾക്കപ്പുറമായി എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മനുഷ്യനെ സ്നേഹിക്കുക, പരസ്പരം സഹകരിക്കുക, സഹായിക്കുക. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ 10 കൽപ്പനകളുണ്ട്. ഈ 10 കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാന കാര്യം. ഈ കൽപ്പനകളിലൊന്നും തെറ്റുവരുത്താൻ പാടില്ല. അങ്ങനെ വെച്ചാൽ അയാൾ തെറ്റില്ലാത്തൊരു മനുഷ്യനാണെന്ന് വേണേൽ പറയാം. ഈ 10 കൽപ്പനകളല്ല, ഒരു 20 കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടിരിക്കുന്ന എനിക്കാണെങ്കിൽ പിന്നെ അതിന്റെ പ്രശ്നമില്ലല്ലോ. ഈ 10 കൽപ്പനയല്ല, പിന്നെയും ഒരു 10 കൽപ്പനയും കൂടെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? കുറച്ചുകൂടെ മൈന്യൂട്ടായ കാര്യങ്ങൾ. ഞാൻ അങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ ആ മതത്തിന് ഉപരിയായുള്ള ഒരു ഫിലോസഫിയിൽ ഞാൻ എത്തിയെന്നല്ലേ എന്റെ അർത്ഥം. അല്ലെങ്കിൽ ഈ 10 കൽപ്പനകളെല്ലാം കൂടെ ചേർന്ന ഒരു ഒറ്റ കൽപ്പനയായി ഞാൻ എന്റെ ജീവിതത്തെ മാറ്റി ഉദാത്തമായ ജീവിതം നയിക്കുന്നതെങ്കിൽ അത് തന്നെയാണ് അതിന്റെ അർത്ഥം. മതം വേണമെന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഈ പറഞ്ഞ മതം അനുശാസിക്കുന്നതിനപ്പുറമുള്ള ഉദാത്തമായ ഒരു ജീവിതത്തിലേക്ക് എത്തിക്കാൻ അതിന്റെ അർത്ഥം.